കൂട്ടി വെച്ചതൊക്കെ ആ മലവെള്ളത്തിന്റെ ഒരു പാച്ചിലുണ്ട്. അതുപോലെ ഈ ബാബുക്കുട്ടൻ എല്ലാം വിട്ടുകൊടുക്കും. ഈ പിള്ളേരുടെ കൈ കളിപ്പാട്ടം വെച്ചു കൊടുക്കുന്ന പോലെ എല്ലാം സ്വന്തമാണെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാം എന്റെ കൈ തന്നെ വന്നു ചേരും. അതിപ്പോ പെണ്ണായാലും പൊന്നായാലും ലേലം കൊണ്ട ഷാപ്പായാലും. മനസ്സിലായോ അമ്മായിക്ക്? മനസ്സിലായി. ഞാനേ ഒരു വമ്പൻ സ്രാവിന്റെ ബിനാമിയാ. ബിനാമിയുടെ ബിനാമി എന്ന് പറഞ്ഞാ അമ്മായിക്ക് മനസ്സിലാവില്ല. ഈ മുംബൈയിലേക്ക് വമ്പൻ മുതലാളിമാര്, അവിടുത്തെ മാഫിയ തലവന്മാരെ വരെ കുത്തിനി പിടിച്ച് ചോര തപ്പിച്ചവനാ ഈ ഭുവനചന്ദ്രൻ. പേടിക്കണ്ട, അത് മറ്റാരുമല്ല, എന്റെ മുംബൈയിലെ വിളിപ്പേരാ. ഈ കുട്ടനാട്ടിലെ ഞാൻ ബാബുക്കുട്ടൻ. മട്ടാഞ്ചേരി എത്തുമ്പോ ഭുവൻ ജിയാവും. അല്ല, ഇതൊക്കെ അമ്മായിയോട് പറയുന്നത് എന്തിനാന്ന് അമ്മായി ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഈ ബാലമാഷേ എന്റെ മുമ്പിൽ ഒന്നുമല്ല. കുറച്ചൊക്കെ ഞാൻ വിട്ടുകൊടുക്കുന്ന അമ്മായി. ഒരു പെണ്ണിനെ ഞാൻ സ്കെച്ചിട്ട അവള് പിന്നെ വലയെ കുടുങ്ങിയ ചെമ്പല്ലിയ. ഇത്തിരി ചീറുന്നതും ചെറുക്കുന്നതും ഒക്കെ നല്ലതാ. ആ ഏറ് കൊള്ളാൻ ഒരു രസ അല്ലേ? ഇന്ന് രാത്രി അവള് സ്വസ്ഥമായി ഉറങ്ങിക്കോട്ടെ. ബാലമാഷ് ഉറങ്ങട്ടെ, എല്ലാരും ഉറങ്ങട്ടെ. അതെ, എന്നോട് ദേഷ്യമില്ലല്ലോ? ദേഷ്യോ? എന്തിന്? അല്ല, ദേഷ്യം വരും. ഇപ്പഴല്ല, ആ ഇരുട്ടത്തോട്ട് മാറ്റി ചേർക്കണല്ലേ. സമയത്തിന് കളം മാറ്റി ചവിട്ടിക്കഴിഞ്ഞാ അപ്പ ബാബുക്കുട്ടന് ദേഷ്യം വരും. ദേഷ്യം വന്ന പിന്നെ ബാബുക്കുട്ടന് കണ്ണ് കാണും. സെന്റിമെന്റ്സും ഇല്ല, ഒന്നുമില്ല. അങ്ങനൊന്നും ദേഷ്യം വരത്തില്ല കേട്ടോ. പൊക്കും. എടാ, ആ ബാബുക്കുട്ടൻ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. എനിക്കിപ്പോ എന്തോ നിന്നെ ഓർത്ത് പേടിയാവുന്നു. ശരിക്കും നിന്നെ അവൻ കിഡ്നാപ്പ് ചെയ്താലോ? അമ്മയെ നാളെ ചാവണ്ടവനെ അമ്മ ഇന്ന് തന്നെ കൊല്ലൂ. അയ്യോ എടാ, ഞാനിവിടെ അമ്മയും ബാബുക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ആരെങ്കിലും കാണുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ആകാശ് തിരിച്ചു വരുന്നതിന് മുമ്പ് സംസാരിച്ച് തീർന്നെന്നായിരുന്നു പ്രാർത്ഥന. കാണുന്നെങ്കിൽ കാണട്ടടാ, പിന്നെ അല്ലാതെ. അപ്പൊ നമ്മളെല്ലാം ഒന്നിച്ച് കല്യാണം മുടക്കുന്ന ആരെല്ലാം അറിഞ്ഞാലോ? നീ ധൈര്യമായിട്ട് വാടാ. അമ്മയല്ലേ കൂടെ നിൽക്കുന്നേ, വാ ഇങ്ങോട്ട്. എന്ത് നോക്കി നിൽക്കുക? വാ, വന്നേ, വരാൻ. ആ ചെല്ല്. ഞാൻ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ചാരുനെ പോലെ ഒരു പാവം പെൺകുട്ടിയോട് ചെയ്യുന്ന ചതി. ഈശ്വര, ഇക്കാര്യം അറിഞ്ഞ ചാരു നിന്നെ സഹിക്കും. പാറു, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഒരു വലിയ പ്രശ്നമുണ്ട്. കൈലാഷ് സാറ് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി റോക്കറ്റ് ഉണ്ടാക്കാൻ ഒരു പേപ്പർ തന്നില്ലേ? ദേ, ഈ കടലാസ്, ഇതൊരു കത്തായിരുന്നു. അരവിന്ദേട്ടൻ എഴുതി വെച്ചൊരു കത്ത്. അതിലെന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ നോക്കിയില്ല. ആ കുട്ടികൾ കൊണ്ടുവന്നല്ലേ? വളരെ സീരിയസ് ആയിട്ട് എഴുതിയ ഒരു എഴുത്തായിരുന്നു ഇത്. കല്യാണത്തിന് മുൻപ് അരവിന്ദേട്ടൻ നാടുവിട്ട് പോവാണെന്ന ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടുന്നു? എന്താ പറയുന്നത്? ദേ, ഇത് വായിച്ചു നോക്ക്. ഈ പേപ്പർ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കി അത് പറത്തി കളിക്കായിരുന്നു ഇത്രയും നേരം ആ പിള്ളേര്. ഈ കത്ത് പിടിച്ചെടുക്കാൻ അരവിന്ദേട്ടൻ നോക്കുന്നത് കണ്ടു. ആ റോക്കറ്റ് അരവിന്ദേട്ടന് വേണമെന്ന് പറഞ്ഞു. കൊടുക്കാതിരുന്ന കുട്ടിയെ അരവിന്ദേട്ടൻ ഉപദ്രവിക്കുന്ന കണ്ടപ്പോഴാ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയത്. പറയും പോലെ ഇത് വലിയൊരു ചതിയാണല്ലോ. അരവിന്ദൻ അങ്ങനെ ചെയ്യുമോ? അരവിന്ദന്റെ മുറപ്പെണ്ണ് തന്നെയല്ല ചാരു. മാത്രമല്ല, കല്യാണത്തിന് ഇനി 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ.
എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഹൽദിയിൽ വെച്ച് പാറുവിന്റെ കയ്യബദ്ധം അവര് ഹൈലൈറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയത് കണ്ടില്ലേ? പക്ഷേ ഇതുവരെ ഞാൻ കരുതിയത് ആ ശാന്തപ്പൻ മുതലാളിയും ബാബുക്കുട്ടനൊക്കെയാ പ്രശ്നക്കാരെന്നാ. ഇതിപ്പോ കല്യാണ ചെറുക്കൻ തന്നെ ഒരു കുഴപ്പമുണ്ടാക്കിയ ഈ കല്യാണം എങ്ങനെ നടക്കും? ആ ബാബുക്കുട്ടനും അരവിന്ദന്റെ അമ്മയും മാറി നിന്ന് സംസാരിക്കുന്ന കണ്ടെന്ന് പ്രിയനും പറഞ്ഞല്ലോ. അമ്മ മാത്രമല്ല, അരവിന്ദനും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളറിയാതെ എന്തോ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നല്ലേ ഇതിനർത്ഥം. നമ്മളുടനെ ഇത് ചാരുവിനെയും ബാലമാഷിനെയും അറിയിക്കണം. പാവം ബാലമാഷി നല്ലൊരു മനുഷ്യനാണ്. ഇതറിഞ്ഞ ഹൃദയം പൊട്ടി മരിച്ചു പോകും. അത്രയ്ക്കിഷ്ടമാണ് ബാലമാഷിന് ചാരുവിനെ. ഇത് വേണ്ട. ഒരു കാരണവശാലും നമ്മളിത് ചാരുനെയോ ബാലമാഷിനെ അറിയിക്കാൻ പാടില്ല. ഞാൻ ചാരുവിനെ ഇവിടെ വന്ന ശേഷം പരിചയപ്പെടുന്നേ. പക്ഷെ എത്ര പെട്ടെന്ന് ഞങ്ങൾ അടുത്തത്. എനിക്ക് എന്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ തോന്നിയത്. അവളുടെ കാര്യങ്ങൾ അറിഞ്ഞ് തകർന്നു പോവും. ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞ അത് താങ്ങാനുള്ള ശക്തി അവൾക്കില്ല. അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കും, അത് ഉറപ്പാ. ഏയ്, അങ്ങനെ ഒരു ഭീരുവാണ് ചാരുവെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്കിതൊരു ഷോക്കായിരിക്കും. അത് അതിജീവിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ അവൾ അത് അതിജീവിക്കും. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വളർന്നവളാ അവള്. സ്വന്തം അമ്മയെ കൺമുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയ അച്ഛൻ. നമ്മൾ കണ്ടില്ലേ, സ്വന്തം കാര്യം നേടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു നെറികെട്ടവനാ. പിന്നെ ബാബുക്കുട്ടൻ്റെ കാര്യം പറയുകയും വേണ്ട. അവരല്ലല്ലോ ഈ കത്തെഴുതി വെച്ച സ്ഥലം വിടാൻ പോകുന്നത്. അവളെ കെട്ടാൻ പോകുന്ന അരവിന്ദേട്ടൻ തന്നെയാ. അയാളോട് ചാരുണ് എന്ത് സ്നേഹവും കരുതലോ. പിന്നെ അരവിന്ദേട്ടന്റെ അമ്മയുടെ കാര്യം അവരും ഇതിലുണ്ടോ എന്ന എന്റെ സംശയം. ആര് വാങ്ങിയതാണെങ്കിലും സ്വന്തം ചോരെ പിറന്ന മകൾക്ക് വേണ്ടി വാങ്ങിയ സ്വർണം എടുത്ത് ആ പരമദുഷ്ടൻ മറിച്ചില്ലേ? അതിനെയല്ലേ അരവിന്ദന്റെ അമ്മ പൊളിച്ചടക്കിയത്. ഏയ്, അവർക്ക് ചാരുവിന് ഇഷ്ടമല്ലായിരിക്കാം. പക്ഷേ ഈ ചതിക്ക് അവർ കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരനായ ബാബുക്കുട്ടനുമായി അവർക്ക് എന്തായിരുന്നു ഗൂഢാലോചന? നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ കല്യാണം നടക്കാതിരിക്കാനായി പലരും പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ക്ഷമിക്കണമെന്നല്ലേ അയാൾ എഴുതി വെച്ചിരിക്കുന്നത്. ലാസ്റ്റായിട്ട് ഞാൻ പോയാൽ ആരും വിഷമിക്കാൻ പോകുന്നില്ല, എന്റെ അമ്മയല്ലാതെ എന്നല്ലേ അയാൾ എഴുതിയിരിക്കുന്നത്. അയ്യോ, ഈ കത്തിലുള്ള എഴുത്തെന്താണെന്ന് ചർച്ച ചെയ്യാനല്ല നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത്.